ഇത് കുറെ പഴയ പ്രമാണങ്ങളാണ്. വൈകിട്ട് നിമ്മി വന്നായിരുന്നു. നന്നായി. നിനക്ക് മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ ഒരു കൂട്ടായല്ലോ. അവള് വല്ലാത്തൊരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞു. എന്നാ അവിടെ പറഞ്ഞേ? വേറൊന്നുമല്ല, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വന്ന ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോ നിമ്മി എന്നെ കാണാൻ വന്നിരുന്നില്ലേ? അന്ന് മുറ്റത്ത് വെച്ച് നിമ്മിയെ മാറ്റി നിർത്തി അങ്കിളും അമ്മയും കൂടെ കുറച്ചേരം സംസാരിച്ചില്ലേ? അതിനുശേഷം തോമസ് അങ്കിളിന്റെ മൂഡ് ഭയങ്കര ചേഞ്ച് ആയിരുന്നു അത്രേ. എന്തോ ഭയങ്കര ഷോക്ക് പോലെ. അവള് പറഞ്ഞത് പ്രേതത്തെ കണ്ടതുപോലെന്നാ. പിന്നെ ഇപ്പോഴും നിമ്മിയുടെ അപ്പച്ചന്റെ അവസ്ഥ മാറിയിട്ടില്ലെന്ന് അവള് പറയുന്നത്. അവള് ചോദിക്കുക, ഇങ്ങനെ അപ്സെറ്റ് ആവാൻ മാത്രം അപ്പച്ചനോട് കത്രീനാമ്മ എന്തുവാ പറഞ്ഞെന്ന്. വേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാ കുട്ടികളെ അന്വേഷിക്കുന്നേ? ഞങ്ങൾ ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചതാ. നഷ്ടത്തിന്റെ കണക്ക് മുന്നിൽ കാണുമ്പോ പ്രേതത്തിനെ കണ്ടതുപോലെ തോന്നും. ജീവിത നഷ്ടത്തിന്റെ കണക്കാകുമ്പോ പ്രത്യേകിച്ചും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാലം കുറെ എടുക്കും തോമസ് ചാക്കോന്. അതല്ലമ്മേ, പെട്ടെന്ന് ഇത്രയും വലിയൊരു നഷ്ടത്തിന്റെ കണക്ക് പറയാൻ അമ്മയ്ക്ക് എവിടുന്നാ കിട്ടി? അയാള് മറന്നുപോയൊരു കണക്കാ, പഴയ ഒരു ബിസിനസിന്റെ കണക്ക്. അത് ഈ ജന്മം കൊണ്ട് വീട്ടാൻ അയാൾക്ക് പറ്റത്തില്ല. പണ്ടത്തെ ഏത് ബിസിനസ് അമ്മ? ചോദിക്കണ്ട. ഓ, ഈ അമ്മ ചില നേരം ചെകുത്താനാ. കല്യാണം മുടങ്ങിയതിന്റെ വല്ല കണക്കുവാണോന്ന് അറിയാനാ ഞാൻ ചോദിച്ചേ. അപ്പോഴേക്കും വലിയ പവറാ. ഞാൻ പോവാ. അവിടെ നിന്നേ. തോമസ് ചാക്കോ എവിടെ വെച്ചെങ്കിലും നിന്നെ കണ്ടായിരുന്നോ? ഇല്ല. സത്യം പറ മോളൂ, അയാൾ എന്താ നിന്നോട് പറഞ്ഞേ? എവിടെ വെച്ചാ നിങ്ങൾ തമ്മിൽ കണ്ടേ? പറ. ഈ അമ്മയ്ക്ക് എന്താ? അയാള് ദുഷ്ടനാണെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞേ? പിന്നെ ഞാൻ എന്തിനാ തോമസ് ചാക്കോയെ കാണുന്നേ? പിന്നെ നീ ഇപ്പോ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചതോ? അത് നിമ്മി ഇവിടെ വന്നപ്പോ പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്ക. പെട്ടെന്ന് അമ്മയ്ക്ക് എന്തുവാ പറ്റിയേ? പറ്റിയത് മോള് പോ. അമ്മ ഇത്തിരി നേരം ഒറ്റയ്ക്കിരിക്കട്ടെ. പോ. ഇങ്ങനെ മിനിറ്റിന് വലിച്ചു കയറ്റിയാലേ തന്തയില്ലാതെ പോകുന്നത് എന്റെ മക്കൾക്കാ. എന്റെ കർത്താവേ, എന്തെല്ലാം കണ്ടു കഴിഞ്ഞാലാ ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റുന്നേ. പതിവില്ലാത്ത പലതും കണ്ടോണ്ടിരിക്കുക. എന്നാൽ ഇതൊരു പുതിയ കാഴ്ച എനിക്ക്. അയ്യോ, കളയണ്ട. മധുരസ്മരണകൾ അയവിറക്കാനായിട്ട് വയസ്സുകാലത്തെ പുതിയൊരു ശീലമായിട്ട് സിഗരറ്റ് വലിയൊക്കെ തുടങ്ങുന്നതേ എന്തുകൊണ്ട് നല്ലതായി ചായ. പഴയ ആളല്ലയോ, മറക്കാൻ പറ്റുമോ? അമ്മച്ചി വല്ലതും പറയാൻ തുടങ്ങാണോ? എങ്കിൽ വേണ്ട. അപ്പച്ചന് ഞാനൊന്ന് മനസ്സമാധാനായിട്ട് ഉറങ്ങിക്കോട്ടെ. അല്ല മോളെ, ഒന്നും കഴിക്കാതെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ മേലാഞ്ഞു പറഞ്ഞതാ. കത്രീനയുടെ അടുപ്പം വേണേ ആയിക്കോട്ടെ. ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും വിഷമിക്കുന്ന എന്നാത്തിനാ? അമ്മച്ചോടല്ലൊന്നും മിണ്ടായിരിക്കാൻ പറഞ്ഞേ. രാത്രി ആവുമ്പോ എന്നും കുത്തുവാക്ക് തുടങ്ങിക്കോളും. അപ്പച്ചനൊന്നും മിണ്ടാത്തോണ്ടാ അമ്മച്ചി ഇങ്ങനെ തല കയറുന്നു. അവൾക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ മോളെ. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നിന്റെ അമ്മച്ചിക്ക് സന്തോഷം കിട്ടുന്നുണ്ടാവും. ഞാനായിട്ട് ഇല്ലാതാക്കുന്നില്ല. അപ്പച്ചനൊന്ന് നിന്നേ. ചിലപ്പോ എനിക്കും തോന്നും അമ്മച്ചി പറയണത് സത്യാണോന്ന്. 2 ദിവസമായി അപ്പച്ചൻ ആകെ മാറിയിരിക്കുക. ഭയങ്കര മൂടി. ഒന്നാം ഭാര്യ ചെന്ന് കണ്ടതിന്റെ സങ്കടമായിരിക്കും. ഇനി അത് മാറണമെങ്കിൽ ദിവസം കുറേ എടുക്കും. എന്നാ പറഞ്ഞാലും സ്നേഹം തന്നെയാണേ. ഞാനൊന്നും മിണ്ടാൻ ചെന്നാ പോലും നിന്റെ അപ്പന് പിടിക്കുകയില്ല. ഉള്ളില് മുഴുവൻ കത്രീന ഇല്ലയോ? ഇതൊരുമാതിരി സാഡീസ് അമ്മച്ചി. എന്നാ കാര്യത്തിന് ഇങ്ങനെയൊക്കെ പറയുന്നേ? പഴയ കഥയെന്നും പറഞ്ഞ് അമ്മച്ചി പുതിയ പലതും ഉണ്ടാക്കി പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കൂടെ പറയും പോലെ അമ്മച്ചി കുടുംബം ജോലിയിൽ അപ്പാപ്പന്റെ അടുത്തേക്ക് തന്നെ പോയിക്കോ. അവിടെ അമ്മച്ചിക്ക് ഭയങ്കര സ്വസ്ഥത ഉണ്ടാവുമല്ലോ. ഓ, അപ്പന്റെ കൂടെ ചേർന്ന് മോക്കും എന്നെ പിടിക്കാതായി. കർത്താവിന്റെ കോപത്തിന്ന് നിന്റെ അപ്പൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വെച്ചാ ഇതിന് നല്ല വഴി പറഞ്ഞു കൊടുക്കുന്നേ. ഞാനാ തടസ്സമെങ്കിൽ മാറി തന്നേക്കാം. അപ്പന്
സപ്പോർട്ടായിട്ട് നീ നിന്നോ. ഓ CD സൈഡ് മാറ്റിയിട്ടു, ശോഭ കാണാൻ തുടങ്ങി. അതേടി, നിനക്കൊന്നും ഇപ്പൊ മനസ്സിലാവുകയല്ല. ഒടുക്ക അമ്മച്ചി പറഞ്ഞത് ശരിയെന്നും പറഞ്ഞ് എന്റെ പുറകെ വന്നേക്കരുത്. മാറ്. ഒരപ്പനും മോളും. അപ്പച്ചന് ഇത് എന്നെ പറ്റി എന്നാ കാര്യാണേലും അപ്പച്ചൻ പറയേ. മിണ്ടാതിരിക്കുമ്പോഴല്ലേ അമ്മച്ചി ഓരോന്ന് പറഞ്ഞിങ്ങനെ കുത്തുന്നേ. പറയേ അപ്പച്ചൻ എന്നാ പറ്റി? അപ്പച്ചനൊന്നുമില്ല മോളെ, മോക്ക് ചുമ്മാ തോന്നുന്നതാ. അപ്പച്ചന്റെ മൂഡ് എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? കറിയാച്ചതിയൻ പൊട്ടിപ്പോയി, കറിയാച്ചതിയൻ പൊട്ടിപ്പോയി. മതി മതി, അധികം ആഘോഷിച്ചാലോ കത്രീനാമയ്ക്കത് പിടിക്കുകയില്ല. ഏയ്, കറിയാച്ചതിനെ 100 തെറി പറഞ്ഞാലും കത്രീന അമ്മച്ചി മിണ്ടൂല. അങ്ങനല്ല ദിവാര, എന്റെ ഓർമ്മയിൽ ഇതുവരെ കത്രീനാമയായിട്ട് ആരോടും അങ്ങോട്ട് ഒന്ന് വഴക്കുണ്ടാക്കിയിട്ടില്ല. 10-20 കൊല്ലമായിട്ട് എപ്പോഴും കറിയാച്ച മോലാളിയ കത്രീനാമയെ തറ പറ്റിക്കാൻ വേണ്ടി ഓരോ തറ നമ്പറുകൾ ഇറക്കുന്നേ. അത് തടുക്കണ ഒരു ജോലിയെ കത്രീനാമ ചെയ്യാറുള്ളൂ. പക്ഷെ എന്ത് ചെയ്യും, പകരത്തിന് പകരം ചെയ്യാതെ കത്രീനാമ വിടത്തില്ല. എങ്ങനെയാടേ ജോയി ഈ കഞ്ചാവ് വൈക്കോലായി പോയത്? അതെ, കത്രീനാമച്ചിക്ക് അത്യാവശ്യം മാജിക്കും അറിയാൻ ദിവാരേട്ടാ. അങ്ങനെ വല്ലതും ഇത്രനാളും കത്രീനാമയ്ക്ക് 2 ശത്രുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കറിയാച്ചൻ, രണ്ടാമത്തത് തോമസ് ചാക്കോ. കറിയാച്ചനോട് പ്രവൃത്തിയിലും തോമസ് മോലാളിയോടുള്ള പക വർത്തമാനത്തിലും. അതായിരുന്നു രീതി. ഇപ്പോ താണ്ടേ റോസ് മേഡത്തിന്റെ മനസമ്മതം മുടങ്ങിയതോടെ പഴയ രണ്ടിനെയും വെല്ലുന്ന വേറൊരു ശത്രു കൂടെയായി, നയനാങ്കോശി. അതനുഭവിക്കേണ്ടി വന്നത് ജോണിയും. എടാ നീ സൂക്ഷിക്കണം. നിങ്ങളും സൂക്ഷിച്ചോ. ഏത് കേസ് ആരുടെയൊക്കെ തലയിൽ എപ്പോഴാ വന്നു വീഴുന്നെന്ന് ആർക്കറിയാം. വീഴട്ടടാ ജോണി. എന്നാ മാറണം അയാള് തലയെ കെട്ടി വെച്ചാലും ശരി, കത്രീനാമയുടെ ഒരു രോമത്തിൽ തൊടാൻ ഞങ്ങൾ അങ്ങനെ അനുവദിച്ചു കൊടുക്കില്ല. അതിന് ജീവൻ കളയേണ്ടി വന്നാലും ശരി. ശരി വാ. സമ്മതിച്ചു, ഞാൻ തോറ്റേ. അതിനോക്കെ എന്നും തോറ്റു തരാൻ ഈ ഒരുത്തനുള്ളത് കൊണ്ട് അച്ചായന്റെ മാനം കപ്പൽ കയറാതെ തട്ടിമുട്ടി പോവുക. ഷട്ടിൽ കോക്ക് തട്ടണത് പോലെ കത്രീനെ തട്ടാൻ അച്ചായൻ ഇനി എപ്പോഴാ പറ്റുക? പടക്കം പൊട്ടിച്ചോ ആർപ്പ് വിളിച്ചോ നൈനാനെ അങ്ങ് ഇരുത്തിക്കളയാമെന്ന് ഒരു ചെറ്റയും വിചാരിക്കണ്ട. പിന്നെ ഇവൾ എന്നെ തോൽപ്പിച്ചിരിക്കുക. വെള്ളം കുടിപ്പിക്കുമെന്ന് പറയണതല്ലേ കുറച്ചുകൂടെ നല്ലത് അച്ചായ. ഈ പുലിക്കാട്ടിൽ കത്രീന എന്ന വെളുത്ത കത്രീന ഒരു മലയാ. അല്ല, അച്ചായൻ വേറും ഒരു എലിയും. പിന്നെ പോലീസ് സൂപ്രണ്ട് ആയതുകൊണ്ട് വേണേൽ പെരിച്ചാഴിന്നും പറയാം. പക്ഷെ ഒരു പെരിച്ചാഴിക്കേ മലയോട് എന്നാ ചെയ്യാൻ പറ്റും? ഊതിക്കോ, ഊതി ഊതി നിന്റെ കാറ്റ് പോകത്തേ ഉള്ള അളിയാ. ഈ നൈനാങ്കോശി ഒരു മത്സരത്തിനിറങ്ങിയ ജയിച്ചേ കേറത്തുള്ളൂ. കോളേജിലെ ഫുട്ബോൾ മത്സരം നിനക്ക് ഓർമ്മയില്ലേ? നൈനാന്റെ കാലിൽ പന്ത് തടഞ്ഞാൽ പിന്നെ ഒരുത്തനും നേരെ വരില്ല. അവന്റെ കാലടിയൊന്ന അനുഭവം കൊണ്ട് അവൻ അറിയാവുന്നത്. അല്ല, അങ്ങനൊരു അനുഭവം കത്രീനയ്ക്ക് ഞാൻ കൊടുത്തില്ല. അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. അതിനി കാലം കിടക്കൂല്ലേ അച്ചായ. പക്ഷേങ്കിൽ പെൻഷൻ ആവുമ്പോ വേണം കേട്ടോ. പെൻഷൻ ആയ പിന്നെ അളിയന് പട്ടിയുടെ വില പോലും കാണത്തില്ല. അളിയാ, എന്റെ വില എന്നതാണെന്ന് ഒരാഴ്ചക്കകം ഞാൻ കത്രീനയ്ക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നതേ എന്റെ സ്വന്തം മോനെയായിരിക്കും. ആ പറഞ്ഞതിന്റെ കുട്ടൻസ് എനിക്ക് പിടികിട്ടിയില്ല. കത്രീനയെ തറപറ്റിക്കണതും റെജിയും തമ്മിൽ എന്നതാ ബന്ധം? കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെയാണ് തിരിഞ്ഞു പറഞ്ഞു കിടക്കുന്നത്. റെജിയും ആ തന്തയില്ലാത്ത പെണ്ണ് റോസിയുമായി ഇതിനിടയിൽ അങ്ങ് അടുപ്പത്തിലായി. അയ്യോന്റെ കർത്താവേ, ഉടച്ചല്ലോ ചട്ടിയും കലോ. അച്ചായനത് എങ്ങനെ അറിഞ്ഞ്? അവൻ തന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ, റോസി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കില്ല എന്ന്. അതൊന്ന് പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാളിയാ ജീവിച്ചിരിക്കുന്നേ? അച്ചായോ, ഇല്ലാത്ത കേസ് ഉണ്ടാക്കാനും ചെയ്യാത്ത കുറ്റം ഏതെങ്കിലും ഒരുത്തന്റെ തലയെ കെട്ടിവെക്കാനും നിങ്ങൾ പോലീസുകാരി അയച്ച നടക്കത്തില്ലയോ? അങ്ങനെ ഉണ്ടാക്കിയതല്ലേ ഈ കഞ്ചാവ് കേസ്.
അതുപോലെ ഒരെണ്ണം കൂടി അങ്ങ് തട്ട്. മാനം കപ്പൽ കയറുന്ന ഒരു കേസ്, അതും ആ റോസിന്റെ പേരില്. എന്ന് വെച്ചാ ആ, പല സിനിമയിലും അച്ചായം കണ്ടിട്ടില്ലയോ? ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ റോസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം. പിറ്റേന്ന് പത്രത്തിൽ നല്ല മുട്ടം വാർത്തയും ഫോട്ടോയും ഒക്കെ വന്നാൽ അവളങ്ങ് ആത്മഹത്യ ചെയ്തോളും. പിന്നെ രജിക്ക് പറയാനൊക്കത്തില്ലല്ലോ ഞാൻ റോസിനെ കെട്ടത്തോളുന്നു. come on. അമ്മയ്ക്ക് എങ്ങനെയാ ഇതൊക്കെ നടക്കുമ്പോ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്? കോടതിയിൽ എത്തിച്ച കഞ്ചാവ് ജഡ്ജി നോക്കുമ്പോ വൈക്കോല്. അത് കേട്ടാ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാ മോളെ? എന്റെ നെറിയിൽ അടിക്കാൻ നൈനാൻ നോക്കി, പക്ഷേ ആ അടി നൈനാന് തന്നെ കൊണ്ടു. അമ്മേ, ഈ പകയ മത്സരമൊക്കെ ഒന്ന് നിർത്തമ്മേ. വാശിക്ക് നാശമെന്ന് അമ്മ എന്നല്ലേ എനിക്ക് പറഞ്ഞു തന്നെ. എന്നിട്ടിപ്പൊ അമ്മ എന്നെ ഇങ്ങനെ വാശി മൂത്ത് ഓരോ ചെയ്യാൻ തുടങ്ങിയ. അമ്മ എന്നാ വാശിയെ കാട്ടിയേ മോള് പറ. അമ്മ ഇന്നേ വരെ ആരോടെങ്കിലും അങ്ങോട്ട് മത്സരത്തിന് ചെന്നതായിട്ട് മോൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇങ്ങോട്ട് ഓരോ അസ്ത്രം വരുമ്പോഴും കയ്യിൽ കിട്ടിയ ഏതെങ്കിലും പരിചയം എടുത്ത് അമ്മ തടുക്കും. അസ്ത്രം ചിലപ്പോൾ തട്ടിത്തെറിച്ച് അത് അയച്ച ആൾക്ക് തന്നെ കൊണ്ടുവന്നിരിക്കും. അങ്ങനെ തടുത്തില്ലെങ്കിൽ എനിക്കും എന്റെ കുഞ്ഞിനും ശരീരം മുഴുവനും മുറിവുമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അമ്മേ, റജിയുടെ അപ്പച്ചനോട് തന്നെ ഇങ്ങനെ മത്സരിച്ച അതിന്റെ ദോഷം എനിക്ക് റജിക്കുമല്ലേ? വേറെ നിവൃത്തിയില്ല മോളൂ. എന്നെയും ജോണിയും കൊടുക്കാൻ ആ മോനിച്ചനെ കൊണ്ട് നൈനാൻ തന്നെ ഒളിപ്പിച്ചു വെച്ചതാ നമ്മുടെ ബോട്ടിനകത്ത് കഞ്ചാവ്. അത് തടുക്കാനുള്ള വഴി അമ്മ നോക്കിയില്ലെങ്കിൽ ജോണി മാത്രമല്ല, ബോട്ടിന്റെ ഉടമയായി നീയും ചിലപ്പോൾ ജയിലിലേക്ക് പോയേണ്ടി വരും. മയക്കുമരുന്നിന്റെ കേസിൽ പെട്ടാൽ കുറഞ്ഞത് 5 കൊല്ലമാണ് ശിക്ഷ. പിന്നെ നിനക്കും എനിക്കും ജീവിതമുണ്ടാവോ? എല്ലാം കൂടെ കാണുമ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നാ. നീ ഇപ്പൊ പേടിക്കുന്നത് റെജി ഓർത്തല്ലേ? അതിന് ഇങ്ങനെയുള്ള ചതിയും പകയും നിർത്താൻ വേണ്ടി റെജി തന്നെ അപ്പച്ചനോട് പറയേണ്ടി വരും. വേറെ വഴിയൊന്നും അമ്മയുടെ മുന്നിലില്ല. ഞാൻ പറഞ്ഞത് നേരാമോളൂ. ഇന്നേ വരെ ആരോടും അങ്ങോട്ട് മത്സരത്തിന് പോയിട്ടില്ല അമ്മ. കർത്താവ് എനിക്ക് വേണ്ടി നീക്കി വെച്ചത് എനിക്ക് തന്നെ കിട്ടില്ലേ? പിന്നെ എന്നാത്തിനാ മത്സരം? അമ്മ അത് ചെയ്യത്തില്ല. പകരം ഒരു മതില് കെട്ടി നിന്നെ സംരക്ഷിക്കാനേ അമ്മ ശ്രമിക്കത്തുള്ളൂ. ആ മതില് പൊളിക്കാൻ ശ്രമിച്ചാൽ ആരായാലും ചുമ്മാ വിടത്തില്ല ഞാൻ. അത് റെജിയുടെ അപ്പച്ചനാണെങ്കിലും ശരി. എരികെട്ടാൽ പിന്നെ മുന്നും പിന്നെ നോക്കില്ല ഞാൻ. വെട്ടി മുറുക്കി പുറകടലോട്ട് താഴ്ത്തും. അയ്യോ, ഞാനിത് പറഞ്ഞ അയ്യോ അച്യുതനായരെ ഏതാണ്ട് പുകയുന്നുണ്ടല്ലോ. മനസ്സിലെ കൊനിഷ്ടോ അടുപ്പിലെ തോരനോ ആയിരിക്കും പോയുന്നത്. അല്ലാതെ നിന്റെ മനസ്സ് വേറെന്താ പോയാനുള്ളത്? അച്യുതൻ നായർ അതെനിക്കിട്ടൊന്ന് ഊതിയതാണല്ലോ. അവനവന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ മറ്റുള്ളവരുടെ മേളിൽ പഴിചാരി വലിയ ആളാവാനേ അച്യുതൻ നായർ പണ്ടേ എടുക്കനാ. ആയിക്കോ, പക്ഷേ പൊന്നമ്മയുടെ തനിക്കുണം വെളി വരുന്നത് വരെ ആയിക്കോ. എന്റെ മനസ്സിൽ കൊനഷ്ടാണ് പോലും അല്ലേ? ഇങ്ങർക്ക് തന്നെ എത്ര സോക്കേടാ. അതെ, എനിക്കിത്തിരി കേടുണ്ട്. എന്താ നീ തീർത്തു തരുവോ? പൊന്നമ്മേ, നിന്റെ ഈ പരദൂഷണ പറച്ചിൽ അങ്ങോട്ട് നിർത്തിക്കോ. ഇല്ലെങ്കിൽ ഞാനായിട്ട് പിടിച്ച് പുറത്താക്കില്ല, കത്രീനാമ്മ തന്നെ അങ്ങോട്ട് പറഞ്ഞയക്കും. അയ്യോ, എന്തൊരു പൂതി, എന്തൊരു പൂതി. അച്യുതൻ നായരെ പോലെ തന്നെയാ ഞാനും. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, പക്ഷെ കക്കാൻ പഠിച്ചാലേ നിൽക്കാനും അറിയാം. ഇയാള് ചെന്ന് കത്രീനാമ്മോടെ എന്നാ വേണ്ടാതീനം പറഞ്ഞാലും എന്നെ ഒരു ചുക്കും ചെയ്യത്തില്ല. കത്രീനാമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമാ. ഓ ആയിക്കോട്ടെ, തൽക്കാലം ജോലിയൊക്കെ വേഗം തീർത്തിട്ട് അപ്പുറത്തേക്ക് ചെല്ല്. അതാ ഇപ്പൊ നല്ലത്. ഞാൻ പൊക്കോളാം. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങള് പുറത്തറിയിക്കുന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. എന്ത് കാര്യങ്ങളാ പുറത്തറിയുന്നേ? ഒന്നും അറിയാൻ മേലാത്ത പോലെ. കത്രീനാമ്മയുടെ ആ ജോണിയുടെ ഒക്കെ പുറകെ അച്യുതൻ നായർ കറങ്ങി നടക്കുന്ന കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ എല്ലാരും കൂടി അറിഞ്ഞോണ്ടാ കാര്യങ്ങളെന്ന്. എന്താ ഇപ്പൊ പറഞ്ഞോണ്ട് വരുന്നേ? തുറന്നങ്ങ് പറയാലോ.
നമ്മുടെ റോസക്കുഞ്ഞും ആ നൈനാൻ സാറിന്റെ മോനും തമ്മിൽ അടുപ്പത്തിലാ അച്യുതൻ നായരെ. ദേ എന്റെ ഈ കൈവച്ചൊന്ന് കിട്ടിയാലേ 6 മാസത്തേക്ക് പൊങ്ങില്ല നീ. ഓ ചുമ്മാ ദേഷ്യപ്പെടാതെ. ഞാൻ പറഞ്ഞ സംഗതി സത്യാണോന്നറിയാനല്ലേ അച്യുതൻ നായരോട് ചോദിക്കുന്നേ. നിന്നോട് ഇത് ആരാ പറഞ്ഞേ? അതാരെങ്കിലും ആവട്ടെ, അച്യുതൻ നായർ അറിയാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാലേ ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും എന്നോട് വേണ്ട. എന്തെങ്കിലും അറിയണമെങ്കിൽ കത്രീനാമ്മയോട് നേരിട്ട് ചോദിച്ചോളൂ. അതാവുമ്പോ എല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞു തരും. അപ്പൊ ഞാൻ കേട്ടത് നേര് തന്നെ അല്ലയോ? അവര് തമ്മിൽ പ്രേമം തന്നെ. പറ അച്യുതൻ നായരെ. ഇനി ഈ കാര്യം എന്തെങ്കിലും നിന്റെ നാവിന്ന് വെളി വന്ന ശവം പോലും വെളി കാണിക്കില്ല, പറഞ്ഞേക്കാം. ചുമലി കയറിയിരുന്ന് ചെവി തിന്നുന്ന വർക്കം. അല്ലേ, കൊറേ കാലം ആയല്ലോ നീ ഇതിന്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാൻ തുടങ്ങിയിട്ട്. പണ്ടേ ഉള്ള അടുപ്പം അല്ലയോ? വിട്ടു പിരിയാൻ വയ്യ. അങ്ങനെ ഇപ്പൊ തൊട്ടൊരുമി നിന്ന് സുഖിക്കണ്ട. എന്തുവാടി നിന്റെ പേര്? കൊത്രീനൊന്നും മറ്റോ ആണോ? ഇനി തന്നെത്താനെ നീങ്ങി നിരങ്ങി അങ്ങോട്ട് ചെല്ലണ്ട. ഒരു തുള്ളി വെള്ളം തരികല്ല ഞാൻ. വയസ്സ് കൊറേ ആയല്ലോ.